റയാനിൽ കൂടെ നമ്മൾ നല്ലൊരു മെസ്സേജ് കേട്ടല്ലേ, ഫെയ്ത്തിനെ കുറിച്ചുള്ള ഒരു മെസ്സേജായി അല്ലേ. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു അല്ലേ. ഫെയ്ത്ത് മൂലം അനേക എക്സാമ്പിൾസ് ഫെയ്ത്തിൽ കൂടെ സാധിച്ച അനേക വ്യക്തികളുടെ ഉദാഹരണങ്ങളൊക്കെ റയാൻ നമുക്ക് വെളിപ്പെടുത്തി തന്നു. പ്രത്യേകിച്ച് ചെറുപ്രായം മുതൽ തന്നെ അവർ ദൈവവചനത്തിൽ വളർന്നു വരുന്നതിന് ദൈവം കൂടുതലായിട്ട് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ സഭ കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന എല്ലാം അവരോട് കാണിക്കുന്ന നല്ല ഗൈഡൻസിന് വേണ്ടി ഞാൻ പ്രത്യേകം സ്തോത്രം ചെയ്യുന്നു. ഇന്ന് യാദൃശ്ചികമായിട്ടാണെങ്കിലും ഇന്ന് നിങ്ങളിവിടെ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇവിടെ ആരംഭിച്ചു എന്ന് കേൾക്കാനിടയാതിൽ ഞാൻ സന്തോഷിക്കുന്നു. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ലോകമൊക്കെ ഈ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരത്തിൽ നമ്മളെല്ലാം ഈ സോഷ്യൽ മീഡിയയും അല്ലെങ്കിൽ പല കാര്യങ്ങളും നമ്മയെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്ന് വഴിയിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി പലപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ തന്നെ മൊബൈല്, സോഷ്യൽ മീഡിയ, അതുപോലെ തന്നെ അവർ വളർന്നു കഴിയുമ്പോൾ ഡ്രഗ്സ്, ആൽക്കഹോളിസം, ഇങ്ങനെ ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് അടിമപ്പെട്ടു പോകുന്ന അനേക ആളുകൾ അവരുടെ ജീവൻ നശിച്ചു പോകുന്ന സ്ഥിതിയിൽ കൂടെ ആകുന്നു നമ്മളിന്ന് കടന്നു പോകുന്നത്. കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ചും ഈ ലോകത്തെ എല്ലാം ഈ പ്രകോപനങ്ങളെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത് വളരെ പ്രയാസമായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഞാനിന്ന് എടുത്ത വാക്യവും അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന വാക്യം 119 സങ്കീർത്തനത്തിൻ്റെ 9 വാക്യം. 119 വാക്യം. ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. ഇംഗ്ലീഷ് എന്തുവാ? വേർ വിത്ത് ഓൾ ഷാൽ എ യങ് മാൻ ക്ലെൻസ് ഹിസ് വേ ബൈ ടേക്കിംഗ് ഹീഡ് ഹിയർ ടു അക്കോർഡിംഗ് ടു തൈ വേർഡ്. അപ്പം ഇവിടെ സങ്കീർത്തനക്കാരൻ ബാലൻ എന്ന് പറയുമ്പോൾ നമ്മൾ അത്ര അങ്ങനെ ചെറുതാക്കിയൊന്നും കാണണ്ട. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്തുവാ? ബാലൻ്റെ സ്ഥാനത്ത് ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? യങ് മാൻ അല്ലേ, ചെറിയ കുട്ടിയല്ല. മലയാളത്തിലാകുമ്പോൾ ബാലൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ചെറിയ ഒരു 10-12 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെന്നാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. പക്ഷേ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് യങ് മാൻ എന്നാണ്. അപ്പം ബാലനുമല്ല, യങ് മാനും മാത്രമല്ല, എനിക്ക് തോന്നുന്നു മുതിർന്നവരും ദൈവത്തിൻ്റെ മക്കളായിട്ടുള്ള എല്ലാവർക്കും ബാധകമായിട്ടുള്ള ഒരു വാക്യമാണ് ഇവിടെ. ഇത് ബാലൻ അല്ലെങ്കിൽ മുതിർന്നവർ, യങ് മാന്, മുതിർന്നവരെല്ലാവരും തൻ നടപ്പിനെ എങ്ങനെ നിർമ്മലമാക്കാം? ദൈവത്തിൻ്റെ വചനപ്രകാരം അതിനെ അതിനെന്ന് പറഞ്ഞാൽ നമ്മുടെ വഴിയെ. ബാലൻ തൻ്റെ വഴിയെ എങ്ങനെ നിർമ്മലമാക്കാമെന്ന്. അപ്പോൾ വചനപ്രകാരം നമ്മുടെ വഴിയെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ നമുക്ക് അത് സാധിക്കത്തുള്ളൂ. ഇന്ന് റയാൻ സംസാരിച്ചപ്പോൾ പറയുകയുണ്ടായി, സദൃശവാക്യം എന്നൊരു വാക്യം പറഞ്ഞല്ലേ, നിന്റെ വഴിയെ യഹോവയിൽ ഭരമേൽപ്പിക്കുക, അതിൽ തന്നെ ഉറച്ചു നിൽക്കുക, അവനത് നേരെയാക്കുമെന്ന് പറയുകയുണ്ടായി അല്ലേ. അപ്പോൾ നമ്മൾ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം നേരായ പാതയിൽ കൂടെ നടക്കുക എന്നുള്ളത് ഏറ്റവും അത്യാവശ്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നത്തെ കാലഘട്ടത്തിലെ ഈ സോഷ്യൽ മീഡിയയിലെയും അല്ലെങ്കിൽ ലോകത്തിൻ്റെ പല പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിൽ കൂടെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ വഴി നേരെ ആക്കി അല്ലെങ്കിൽ നിർമ്മലമായ ഒരു വഴിയിൽ കൂടെ നടക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടമാണ് ഇന്ന് എന്നുള്ളത് നമുക്ക് അറിയാം. എന്നാൽ അവയെ ഒക്കെ അതിജീവിച്ച് നമുക്ക് ജീവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വളരെയധികം ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. അതുമാത്രമല്ല, വചനപ്രകാരം നമ്മുടെ വഴികളെ സൂക്ഷിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ദൈവത്തിൻ്റെ പാതയിൽ കൂടെ, ആ നേരായ പാതയിൽ കൂടെ, ഒരു നിർമ്മലമായ വഴിയിൽ കൂടെ അല്ലെങ്കിൽ ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്നതിന് നമുക്ക് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഒന്നാമത് നമ്മൾ ചിന്തിക്കേണ്ടത്, എന്തുകൊണ്ടാകും നമ്മൾ വിശുദ്ധ ജീവിതം നയിക്കേണ്ടത്? കാരണം നമ്മൾ ഒരു വിശുദ്ധ ജീവിതമില്ലാതെ ഈ ലോകത്തിൽ നമുക്ക് ഇഷ്ടം പോലെ വേണമെങ്കിൽ
ജീവിക്കാം. ലോകത്തിൻ്റെ മോഹങ്ങളും അല്ലെങ്കിൽ ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് അനുസരിച്ച് അല്ലെങ്കിൽ ലോകത്തിൽ നമുക്ക് വെളിയിൽ കാണുന്ന ആ സുഖവും ഒക്കെ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കും അല്ലേ. അത് പക്ഷേ നമ്മൾ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പഠിച്ചു വരുന്നത്, നമ്മുടെ വചനം പറയുന്നത് നമ്മളൊരു വിശുദ്ധ ജീവിതം നയിക്കണം. അതിൻ്റെ ആവശ്യം എന്തുവാ? കാരണം നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു അല്ലേ. ദൈവത്തിൻ്റെ മക്കളാകുന്നുവെങ്കിൽ നമ്മൾ ദൈവത്തെ പോലെ, നമ്മൾ മക്കളെന്ന് പറയണമെങ്കിൽ നാം ദൈവത്തെ പോലെ ആയിത്തീരണം അല്ലേ. വചനം പറയുന്നു, ഞാൻ വിശുദ്ധനാകൊണ്ട് നിങ്ങളും വിശുദ്ധരാകും. നമ്മളെല്ലാവരും ഒരു അപ്പൻ്റെ അല്ലെങ്കിൽ മക്കളല്ലേ. നിങ്ങൾ ജനയിൽ ജെറിയുടെ മകളാന്ന് പറയണമെങ്കിൽ അപ്പൻ്റെ അടുത്ത് നമുക്ക് വളരെ സന്തോഷത്തോടെ അല്ലെങ്കിൽ നല്ല നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് നമ്മുടെ അപ്പൻ്റെ അടുത്തൊക്കെ പോയി നമുക്ക് പറയാനൊക്കെ പറ്റും അല്ലേ. കാരണം എന്തുവാ? നമ്മൾ ആ അപ്പൻ്റെ മക്കളാണെന്നുള്ള ആ ഒരു ബോധ്യം അല്ലേ. നിങ്ങളുടെ അപ്പായുടെ അടുത്ത് പോകുന്ന പോലെ വേറെ ഒരാളുടെ അടുത്ത് പോയി നിങ്ങൾ അത്രത്തോളം അങ്ങനെ ക്ലോസ് ആകുകയും പറയാറുണ്ട് നിങ്ങളുടെ കാര്യങ്ങളില്ല അല്ലേ. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ നമ്മൾ ദൈവത്തെ പോലെ ആയിരിക്കണം അല്ലേ. കർത്താവ് ദൈവം പറയുന്നു, ഞാൻ വിശുദ്ധനാകൊണ്ട് നിങ്ങളും വിശുദ്ധരാകും. അപ്പോൾ ദൈവം വിശുദ്ധനാകൊണ്ട് നമ്മളും വിശുദ്ധരായിട്ട് ജീവിച്ചാലേ നമുക്ക് ദൈവത്തിൻ്റെ മക്കളെന്ന് പറയാനുള്ള അവകാശമുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ദൈവത്തിൻ്റെ മക്കളായിട്ട് തീരത്തില്ല. അപ്പോൾ ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോഴും നമുക്ക് ലോകത്തിന് അനുസരിച്ച്, ലോകത്തിൻ്റെ മോഹത്തിനനുസരിച്ച് ജീവിക്കാൻ നമുക്ക് ബാധ്യസ്ഥരല്ല. അതിൽ നിന്നൊക്കെ വേർപെട്ട് നമ്മൾ എപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ള ബോധത്തോടു കൂടി നമ്മൾ ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരിക്കലും നമുക്ക് ലോകത്തിൻ്റെ പുറകെ നമുക്ക് പോകാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ വിശുദ്ധിയോടുകൂടി ജീവിക്കുക എന്നുള്ളത് ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒഴിച്ചുകൂടാത്ത കാര്യമാകും. നമ്മൾ ആ വിശുദ്ധിയിൽ നിന്ന് നമ്മൾ മാറി ജീവിച്ചാൽ അപ്പോൾ എന്താ? നമ്മൾ ദൈവത്തിൻ്റെ മക്കൾ അല്ലാതായിത്തീരും. ദൈവത്തിൻ്റെ മക്കൾ അല്ലാതായി തീർന്നാൽ പിന്നെ നമ്മൾ ആരുടെ മക്കളാ? ആരുടെയാ? സാത്താൻ്റെ മക്കൾ അല്ലേ, ഡെവിലിൻ്റെ മക്കൾ. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ മക്കളായിട്ട് തീരണോ സാത്താൻ്റെ മക്കളായിട്ട് തീരണോ? ദൈവത്തിൻ്റെ മക്കൾ. ദൈവത്തിൻ്റെ മക്കളായിട്ട് തീരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തെ പോലെ ഒരു വിശുദ്ധ ജീവിതം നയിക്കണം. ദൈവം വിശുദ്ധനായിരിക്കുന്നത് പോലെ നമ്മളും വിശുദ്ധരായിട്ട് ജീവിക്കുമ്പോൾ മാത്രമേ ദൈവത്തിൻ്റെ മക്കളായിട്ട് നമുക്ക് തീരാൻ പറ്റുള്ളൂ. ദൈവത്തിൻ്റെ മക്കളാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ, അവകാശപ്പെടാൻ പറ്റത്തുള്ളൂ അല്ലേ. അതുകൊണ്ട് ഒരു വിശുദ്ധ ജീവിതം ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകം അല്ലേ. അതിൽ നിന്നൊരിക്കലും നമുക്ക് മാറിപ്പോകാൻ പറ്റത്തില്ല. ഈ ലോകത്തിൽ എന്തൊക്കെ പ്രകോപനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും അതൊന്നും നമ്മെ ബാധിക്കത്തില്ല. അതിൽ നിന്നൊക്കെ നമ്മൾ ഒഴിഞ്ഞു മാറും. കാരണം എന്താകുന്നു? നമുക്കെപ്പോഴും ദൈവത്തിൻ്റെ മക്കളാണ് എന്നുള്ള ആ ബോധ്യം നമ്മളുടെ ഉള്ളിൽ കിടക്കും. ആ ബോധ്യം നമുക്ക് വരണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളുടെ ഈ ദൈവത്തിൻ്റെ വചനം നമ്മളുടെ ഉള്ളിൽ സംഗ്രഹിക്കണം അല്ലേ. അപ്പോൾ ദൈവത്തിൻ്റെ മക്കളായ അല്ലെങ്കിൽ വിശുദ്ധ ജീവിതം നയിക്കുന്നതിന് എങ്ങനെ സാധിക്കും? അതാണ് നമ്മൾ അടുത്ത് ചിന്തിക്കാൻ പോകുന്നത്. വിശുദ്ധ ജീവിതം ആദ്യം നമ്മൾ വിശുദ്ധ ജീവിതം നയിക്കേണ്ട ആവശ്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. എന്നാൽ എങ്ങനെ ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ സാധിക്കും? അതാകുന്നു ഇവിടെ പറയുന്നത്. ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ സംഗ്രഹിക്കണം. 119 സങ്കീർത്തനം മുഴുവനും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മഹത്വത്തെയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ 119 സങ്കീർത്തനത്തിൻ്റെ ഈ 105 വാക്യം നമ്മളെങ്ങനെ പറയുന്നത്? നിൻ്റെ വചനം എൻ്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാകും അല്ലേ. അപ്പോൾ ഇന്നിവിടെ പറയുന്നത് നമ്മൾ വിശുദ്ധ ജീവിതം നയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ആ വചനപ്രകാരം നമ്മുടെ ജീവിതത്തെ, നമ്മുടെ വഴികളെ സൂക്ഷിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തെ ആ ദൈവിക പാതയിൽ കൂടെ നമ്മൾ നടക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിക്കണം, നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം അല്ലേ. ദൈവവചനം നമ്മൾ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നത് കൊണ്ട് എങ്ങനെ വിശുദ്ധ ജീവിതം നയിക്കാൻ സാധിക്കും? കാരണം വചനം നമുക്ക് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു തെറ്റ് ചെയ്യുന്നതിന് മുമ്പേ ആ വചനം നമ്മെ ഓർമ്മപ്പെടുത്തും അല്ലേ.
നീ മോഷ്ടിക്കരുത്, നീ കള്ളം പറയരുത് എന്നൊക്കെയുള്ള വചനം നമ്മളുടെ ഉള്ളിൽ കിടക്കുമ്പോൾ വി വിൽ നെവർ സേ ലൈസ്, അല്ലേ? വി വിൽ നെവർ സ്റ്റീൽ, അല്ലേ? നമ്മൾ ഏതെങ്കിലും ഒരു മോഷ്ടിക്കാനോ അല്ലെങ്കിൽ ഒരു കള്ളം പറയാനോ അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്യാനായിട്ടോ നമ്മൾ തിരിയുമ്പോൾ ഈ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തും, അല്ലേ? തെറ്റിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കും. ഇത് തെറ്റാണെന്ന് നമുക്ക് കാണിച്ചു തരും. അതുകൊണ്ട് വചനം നമ്മളുടെ ഉള്ളിലുള്ളപ്പോൾ നമുക്ക് ആ തെറ്റുകളെ ഈ വചനം നമുക്ക് കാണിച്ചു തരും. രണ്ടാമത്, വചനം നമ്മെ ശരിയായ വഴി പഠിപ്പിക്കുന്നു. അതാ റയാൻ എന്ന് പറഞ്ഞത്, നിന്റെ വഴിയെ യഹോവയിൽ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ഉറച്ചു നിൽക്കുക, എങ്കിൽ അവൻ നിന്റെ വഴികളെ നേരെയാക്കും. അപ്പം വചനത്തെ നമ്മളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നമ്മൾ പോകേണ്ട വഴി നമ്മെ പഠിപ്പിക്കുന്നു. നീ എവിടെ പോകണം, എവിടെ പോകണ്ട. ഇന്ന് കുഞ്ഞുങ്ങളൊക്കെ എന്ന് പറയുന്നത് വലിയ, അതായത് പ്രത്യേകിച്ച് ഇന്ന് നാട്ടിലൊക്കെ പള്ളികളിലൊക്കെ പോയാൽ നമ്മൾ ഈ കുഞ്ഞുങ്ങളെ കാണാൻ വളരെ ബുദ്ധിമുട്ട്. ഈ കൊച്ചു കുഞ്ഞുങ്ങളല്ല, കുറച്ച് മുതിർന്ന യുവാക്കളെയൊക്കെ നമുക്കിന്ന് കാണാൻ പറ്റത്തില്ല. എല്ലാവരും എവിടെയാണ് ഈ പള്ളിയിൽ വരുന്ന സമയം പലപ്പോഴും 10-12 ആകുമ്പോഴേക്കും എല്ലാവരും ഇന്ന് വിദേശത്തേക്ക് പോവുക. പണ്ടൊക്കെ ആണെങ്കിൽ ഈ ഒരു ഡിഗ്രിയും എടുത്ത് ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തതിന് ശേഷം പലരും വിദേശങ്ങളിലേക്ക് ജോലിക്കായിട്ട് പോകുന്നത്. ഇന്ന് അങ്ങനെയല്ല. 12 കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്കെല്ലാം അവിടെ യൂറോപ്പിൽ പോകണം, കാനഡയിൽ പോകണം, അമേരിക്കയിൽ പോകണം, ഓസ്ട്രേലിയയിൽ പോകണം, അവിടെ പോയി പഠിക്കണം, ഗ്രാജുവേഷൻ എടുക്കണം. എന്നാൽ ഇന്ന് ലോകത്ത് ഏറ്റവും നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ത്യ തന്നെയാണ്. ഇന്ത്യയിൽ IIT-യിലൊക്കെ പഠിച്ചു വരുന്ന കുഞ്ഞുങ്ങളാണ് ഇന്ന് ലോകത്ത് വലിയ ശാസ്ത്രജ്ഞന്മാരും വലിയ ഉന്നതങ്ങളിലിരിക്കുന്നവരൊക്കെ. പക്ഷേ നമ്മൾ ഇവിടെ വളരെ കഷ്ടപ്പെട്ട് അവിടെ പോയിട്ട് ലക്ഷക്കണക്കിന് രൂപയും ചിലവാക്കി അവിടെ പോയി നമ്മൾ ഡിഗ്രിയൊക്കെ എടുക്കും. പക്ഷേ അവിടെ ചെന്ന് അവിടെ പഠിത്തമൊന്നുമില്ല. നമ്മൾ വേണമെങ്കിൽ സ്വന്തമായിട്ട് പഠിക്കണം, നമ്മളുടെ കഴിവ് കൊണ്ട് നമ്മൾ പഠിച്ചെടുക്കണം. എന്നാൽ അങ്ങനെ സ്വസ്ഥമായിട്ടിരുന്ന് പഠിക്കാനുള്ള ഒരു സാഹചര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇത്രയും ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കി അവിടെ പഠിക്കാൻ പോയിട്ട് പിന്നീട് ജീവിക്കാനുള്ള ആഹാരത്തിന് വേണ്ടി എന്ത് ചെയ്യണം? ഈ വീണ്ടും അപ്പനമ്മമാരെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന കാരണം അവരെന്ത് ചെയ്യും? ചെറിയ ചെറിയ ജോലികളിലൊക്കെ ചെയ്യും. 1-2 മണിക്കൂർ ഒരു ദിവസം ജോലി ചെയ്തിട്ട് അതിൽ ജോലി എന്തുവാ? ഏതെങ്കിലും പെട്രോൾ പമ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹോട്ടലിലോ വെയിറ്ററായിട്ടോ അല്ലെങ്കിൽ ക്ലീനിങ് ആയിട്ടോ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് $10-20 കിട്ടിയാൽ അവർക്ക് ആഹാരത്തിനുള്ള വകയായി. അത് വെച്ചാണ് അവർക്ക് അവരുടെ പഠനവും ശരിക്കും നടക്കത്തില്ല, ശരിയായിട്ടുള്ള ഒരു ജീവിതമല്ല. അങ്ങനെ പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടുന്നത് വെച്ച് അവർ മാനേജ് ചെയ്ത് അങ്ങനെ പോവുകയാണ് ചെയ്തത്. ഞാൻ പറഞ്ഞത്, ലോകം നമ്മൾ പോകേണ്ടുന്ന വഴികൾ ദൈവം നമുക്ക് കാണിച്ചു തരും. ഇന്ന് ലോകത്തിൻ്റെ മോഹത്തിനനുസരിച്ച് അല്ലെങ്കിൽ അവിടെ നമ്മൾ കാണുന്ന പോലെയല്ല ദൈവം. ഒരു യഥാർത്ഥ ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വഴിയെ ദൈവം നേരെയാക്കും, ശരിയായ വഴിയിൽ നമ്മെ പഠിപ്പിക്കുന്നു. 3, പാപത്തിൽ നിന്ന് നമ്മെ അകറ്റുന്നു. ദൈവവചനം നമ്മളുടെ മനസ്സിലുണ്ടെങ്കിൽ, നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളൊരു പാപം ചെയ്യാൻ മുന്നോട്ട് വരത്തില്ല, അല്ലേ? പാപത്തിൽ നിന്ന് നമ്മെ അകറ്റുന്നു. അതുപോലെ ദൈവഹിതത്തിൽ നടക്കാൻ നമ്മെ സഹായിക്കും. ദൈവഹിതം എന്താകുന്നു എന്ന് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും. 1, തെറ്റുകൾ നമുക്ക് കാണിച്ചു തരും. ശരിയായ പാതയിൽ നമ്മെ പഠിപ്പിക്കും. പാപത്തിൽ നിന്ന് അകറ്റുന്നു. നമ്മെ ദൈവഹിതത്തിൽ നടക്കുവാൻ നമ്മെ സഹായിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, 2 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. 1, വിശുദ്ധിയിൽ നടക്കേണ്ടത് ആവശ്യം എന്താകുന്നു. കാരണം നമ്മൾ ദൈവം വിശുദ്ധനായതുകൊണ്ട് നമ്മൾ വിശുദ്ധരാകണം. അതിനുള്ള മാർഗമാണ് ദൈവവചനത്തെ നമ്മുടെ ഉള്ളിൽ ധ്യാനിക്കണം, അതിനെ ഗ്രഹിക്കണം. ദൈവം നമ്മളുടെ കാലുകൾക്ക് വിളക്കും ദീപവും പാതയ്ക്ക് പ്രകാശവുമായി തീരും. ദൈവവചനം നമ്മെ തെറ്റുകളിൽ നിന്നും പിന്തിരിപ്പിക്കും, പാപത്തിൽ നമ്മെ അകറ്റുന്നു, ശരിയായ രീതിയിൽ നമ്മെ നടത്തുന്നു, ദൈവഹിതത്തിന് അനുസരിച്ച് നടക്കാൻ നമ്മെ സഹായിക്കുന്നു. ഇപ്പം നമ്മൾ ദൈവവചനം നല്ലവണ്ണം ഹൃദയത്തിൽ സംഗ്രഹിച്ചു അല്ലെ കാണാതൊക്കെ പഠിക്കുന്നു. ഇവിടെ പ്രത്യേകിച്ച് എനിക്ക് വളരെയധികം സന്തോഷപ്പെടുത്തിയ ഒരു ഇതാണ്, ഇവിടുത്തെ കുഞ്ഞുങ്ങൾ വളരെ ലക്കി ചിൽഡ്രൻ അല്ലേ. കാരണം ഇവിടുത്തെ കുഞ്ഞുങ്ങൾ ഞാൻ പറഞ്ഞ പോലെ നാട്ടിലൊന്നും ഇതുപോലെ കുഞ്ഞുങ്ങൾ ചെറുപ്രായം മുതൽ ദൈവവചനത്തിൽ വളർന്നു വരുന്ന ഇത് നമുക്ക് കാണാൻ വളരെ പ്രയാസം. എന്നാൽ ഇവിടുത്തെ കുഞ്ഞുങ്ങൾ, ഞാൻ ജനയിലിനെയും റെനയിലിനെയും ഒക്കെ
നോക്കുകയായിരുന്നു. നേരം വെളുക്കുമ്പോൾ തന്നെ അവരാദ്യം പ്രാർത്ഥിച്ചാണ്, നിങ്ങളെല്ലാവരും അങ്ങനെ അല്ലേ, പ്രാർത്ഥിച്ച് ആരംഭിക്കുന്നു. അത് കഴിഞ്ഞ് അവർ ബൈബിൾ വായിക്കുന്നു, ബൈബിളിൽ നിന്നൊരു വചനമെടുത്ത് അവരുടെ ബുക്കിൽ എഴുതുന്നു, അത് പഠിക്കുന്നു, അത് കഴിഞ്ഞ് പ്രാർത്ഥിക്കുന്നു, ഓഡിയോ ആയിട്ട് അത് പാസ്റ്റർക്ക് അയച്ചു കൊടുക്കുന്നു, അതിനെ പാസ്റ്റർ മോണിറ്റർ ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഓരോ ആഴ്ചയും ഈ എഴുതിയ ബുക്കുകളൊക്കെ കൊണ്ടുവന്ന് ടീച്ചേഴ്സിൻ്റെ അടുത്ത് കൊടുത്ത് സൈൻ വാങ്ങും അല്ലേ. വളരെ സിസ്റ്റമാറ്റിക്കലായിട്ട്. ഇത്രയും എനിക്ക് തോന്നുന്നു ഇത് ഞങ്ങൾക്കാർക്കും ഇങ്ങനെ ഒരു അവസരം ലഭിച്ചിട്ടില്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ, യു ആർ വെരി ലക്കി, യു ആർ ഹാവിങ് എ വെരി ഗുഡ് പാരൻസ്, വെരി ബ്ലെസ്സഡ് ഫെലോഷിപ്പ്, ആൻഡ് ഓൾസോ യു ഹാവ് എ ഗുഡ് പാസ്റ്റർ ഹു ഗൈഡ്സ് യു ഇൻ ദ റൈറ്റ് വേ അല്ലേ. ചെറുപ്രായം മുതൽ ഈ കുഞ്ഞുങ്ങളൊക്കെ എവിടെ പോയാലും അവരൊരിക്കലും ദൈവപാത വിട്ട് പോകില്ല എന്നുള്ളതിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട് അല്ലേ. ഇന്ന് തന്നെ എൻ്റെ മോന് ഈ സമയത്ത് ഈ വയസ്സിൽ വചനം ആദ്യമായിട്ടാണോ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടോ? ഓക്കെ, ഇനിയും ഉണ്ട്. ഓക്കെ, ഇനിയും കൂടുതൽ പറയാനുള്ള അവസരങ്ങൾ എല്ലാവർക്കും കിട്ടും അല്ലേ. എല്ലാവരും പാസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്തുവാ, ഓരോരുത്തർ മാറി അത് വചനം പറഞ്ഞ് പഠിക്കണം. നല്ല ഒരു ബേസ്മെൻറ്റ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്നു. ഇതുപോലെ ഇത്രയും ചെറിയ ഒരു വർഷിപ്പുള്ള വലിയ കൂട്ടായ്മയിലൊക്കെ പോയാൽ ഒരു പക്ഷേ ഇത്രയും കയറി നിങ്ങൾക്ക് ഒരിക്കലും കിട്ടത്തില്ല. അതുകൊണ്ട് ഈ അവസരങ്ങൾ ഒരിക്കലും നമ്മൾ പാഴാക്കാതെ മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം വചനം നമ്മൾ ആദ്യം പറഞ്ഞു, വചനം നമ്മൾ ഗ്രഹിക്കണം, അല്ലെങ്കിൽ പഠിക്കണം, നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. ഇനി സംഗ്രഹിച്ച് വചനം ഇങ്ങനെ കാണാതെ പഠിച്ച് ഹൃദയത്തിൽ മാത്രം വെച്ചുകൊണ്ടിരുന്നാൽ മതിയോ? പോരാ. പിന്നെന്ത് ചെയ്യണം? അത് വചനം പറഞ്ഞതിനനുസരിച്ച് ജീവിക്കണം, നടക്കണം. അതുകൊണ്ട് ആ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ എന്നാണ് നമ്മൾ പഠിച്ചല്ലേ. അപ്പോൾ വചനം നിങ്ങളിപ്പം ഒരുപാട് വാക്യങ്ങളും വചനങ്ങളുമൊക്കെ കാണാതെ മനഃപ്പാഠമാക്കിയിട്ടുണ്ടല്ലേ. പക്ഷേ ആ വചനങ്ങളൊക്കെ നമുക്ക് തെറ്റിൽ നിന്നൊക്കെ പിന്തിരിയാനൊക്കെ നമ്മെ സഹായിക്കും. പക്ഷേ ഒരു വിശുദ്ധ ജീവിതം നയിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ദൈവത്തിൻ്റെ മക്കളായി തീരണമെങ്കിൽ, ആ വചനം നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കണമെങ്കിൽ നമ്മൾ അതനുസരിച്ച് ജീവിക്കണം. ആ ദൈവം ആ വചനത്തിൽ പറയുന്ന പ്രകാരം നമ്മൾ ജീവിക്കണം. ദിവസവും വചനം വായിക്കണം. ഇന്ന് നിങ്ങൾ ചെയ്യുന്ന പോലെ വചനം ധ്യാനിക്കണം. ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അതിപ്പോൾ പ്രാവർത്തികമാക്കണമെന്ന് പറഞ്ഞാൽ നേരായ പാതയിൽ നടക്കുക എന്ന് പറഞ്ഞാൽ അത് നടക്കണം. നമ്മുടെ ജീവിതത്തിൽ നേരായ പാതയിലേ നടക്കാവൂ. നിങ്ങൾ നാളെ ഒരു 10ാം ക്ലാസ്സോ അല്ലെങ്കിൽ 12ാം ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ പാരൻസിനെ വിട്ട് പിന്നെ കോളേജിലോട്ടൊക്കെ പോകുമ്പോൾ നിങ്ങളെ അവിടെ നിയന്ത്രിക്കാനായിട്ട്, അല്ലെങ്കിൽ ഗൈഡ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനായിട്ട് അവിടെ ആരുമില്ല. ആ സമയത്ത് ആരാ നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്? നമ്മുടെ പരിശുദ്ധാത്മാവ്, നമ്മുടെ ഉള്ളിലെ വചനങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തും. നാം തെറ്റായ പാതയിൽ കൂടെ പോകുമ്പോൾ ഡോണ്ട് ഗോ ദാറ്റ് വേ, ഞാൻ പഠിച്ചത് ഇങ്ങനെയാണ്, ഇതാണല്ലോ ഞാൻ പ്രാവർത്തികമാക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കും. തെറ്റുകളിൽ നിന്നും പിന്തിരിയുന്നതിന് നമ്മെ സഹായിക്കും. അപ്പം ഈ വചനം നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ ലോകത്ത് വളരെയധികം വളരെയധികം നമ്മൾ പ്രയാസപ്പെട്ടാലേ, അല്ലെങ്കിൽ അത് കോഷ്യസ് ആയിട്ടിരുന്നാലേ ഈ ലോകത്തിൻ്റെ ഈ മോഹങ്ങളെയൊക്കെ അതിജീവിക്കുന്നതിന് നമുക്ക് സാധിക്കത്തുള്ളൂ. അതിന് നമ്മെ ഹെൽപ്പ് ചെയ്യുന്ന എന്താണ്? യേശുക്രിസ്തു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അല്ലേ. ആ പരിശുദ്ധാത്മാവ് നമുക്ക് ലഭിക്കുമ്പോൾ മാത്രമേ നമുക്ക് വചനപ്രകാരം നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഈ ലോകത്ത് സാത്താൻ നമ്മെ ഏത് വിധത്തിലും കീഴ്പ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ മാത്രമാകുന്നു നമുക്ക് സാത്താനെ നമുക്ക് വിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ. സാത്താനെ തോൽപ്പിച്ച് നമ്മൾ ജയിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവാണെങ്കിൽ എന്ത് വേണം? നമ്മൾ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് യേശുക്രിസ്തുവിനെ നമ്മുടെ കർത്താവായി ഏറ്റുപറഞ്ഞ് നാം ദൈവത്തെ പൂർണ്ണമായിട്ട് വിശ്വസിക്കണം. അതിനാണ് എനിക്കൊന്ന് വരും ദിവസങ്ങളിൽ പലരും സ്നാനമൊക്കെ എടുക്കാൻ പോവുകയാണല്ലോ അല്ലേ. ആ യേശുക്രിസ്തുവിനെ യേശു കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് വിശ്വസിക്കുകയും ചെയ്താൽ നാം രക്ഷിക്കപ്പെടും. ആ രക്ഷിക്കപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് ലഭിക്കും. ആ പരിശുദ്ധാത്മ ശക്തി നമുക്ക് ലഭിക്കുമ്പോൾ ഈ
ലോകത്തിലുള്ള സാത്താൻ്റെ ഏത് പ്രലോഭനങ്ങളെയും അതിജീവിക്കുന്നതിന് നമുക്ക് സാധിക്കും. അത് സാധിക്കണമെങ്കിൽ പരിശുദ്ധാത്മാ അഭിഷേകം നമുക്ക് ലഭിക്കണം. യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കണം. നമ്മൾ പഠിച്ച വചനത്തിനനുസരിച്ച് നമ്മുടെ ജീവിതം അതിനെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ദൈവം ആ ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്നതിനും അതുപോലെ നേരായ പാതയിൽ കൂടെ നമുക്ക് മുന്നോട്ട് പോകുന്നതിനും സാധിക്കും. അതുകൊണ്ട് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്, ഓരോ ദിവസവും കുറഞ്ഞത് നിങ്ങളിപ്പോൾ ചെയ്യുന്നത് പോലെ ബൈബിൾ വായിക്കണം, വചനങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം, തെറ്റായ കൂട്ടുകെട്ടുകളും പാപവും ഒക്കെ നാം ഒഴിവാക്കണം. പ്രാർത്ഥന വളരെ ആവശ്യമാണ്, അല്ലേ? പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ നിങ്ങൾ ഈ ചെയ്യുന്നതെല്ലാം, ഇപ്പോൾ ചെയ്യുന്നതെല്ലാം വളരെ അഭിനന്ദനാർഹമാണ്, അല്ലേ? എല്ലാം നിങ്ങളെ ഈ ദൈവപാതയിൽ കൂടെ മുന്നോട്ട് പോകേണ്ടുന്നതിന് സഹായിക്കുന്ന കാര്യങ്ങളാണ്. യേശു ക്രിസ്തുവിനെ ജീവിതത്തിൽ രക്ഷിതാവായി കേന്ദ്രമാക്കി സ്വീകരിച്ചുകൊണ്ട് ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്നതിന് സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമുക്കൊരുക്കുന്ന നിത്യതയിൽ പ്രവേശിക്കുന്നതിന് നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് ഈ ചോദ്യത്തിൽ ദാവീദ് ചോദിക്കുന്നു, ഈ എങ്ങനെയാകുന്നു ഒരു ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത്? എങ്ങനെയാണ്? ഉത്തരം അവിടെ തന്നെ പറയുന്നുണ്ട്, തൻ്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കണം. ആ വചനപ്രകാരം നമ്മുടെ വഴികളെ സൂക്ഷിക്കുന്നതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവൂലം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു പാട്ടിൻ്റെ 2 വരികളോടെ പാടി ഞാൻ അവസാനിപ്പിക്കാം. നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും, ആനന്ദിക്കും. അങ്ങയുടെ വിശുദ്ധിയിൽ ജീവിക്കുന്നതിനും വചനങ്ങളെ ഞങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നതിനും ആ വചനത്തിനനുസരിച്ച് ജീവിക്കുന്നതിനും ഈ ലോകത്തിൻ്റെ പ്രകോപനങ്ങളെ അതിജീവിക്കുന്നതിന് വേണ്ടുന്ന ദൈവിക കൃപയും പരിശുദ്ധാത്മാവോട് ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി